ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കയറിയ ഉടനെ ഒരു നന്ദി പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുവാപ്പനും സോണിപാപ്പനും ആ ഒരു റിസോർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരറിയണമുണ്ട് ഞങ്ങൾക്ക് റിസോർട്ട് ഫുൾ ഫ്രീ തന്നിരിക്കുകയാണ് ഗൈസ്. ഫുഡും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇതിലൂടെ ഞാൻ ക്രൗഡിൽ റിസോർട്ടിന് ഒരു താങ്ക്സ് പറയുന്നു. അപ്പം ഞങ്ങളിതേ വീണ്ടും രാവിലെ തന്നെ യാത്രയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതുവഴി പോയി മൂന്നാറൊക്കെ ചുറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ ഞങ്ങൾ ട്രാവലറിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ കുറേ മലകൾ ഇങ്ങനെ കൂടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ നോക്കിക്കായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു ഡാമിൻ്റെ ചെറിയൊരു ഒരു ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിത് നേരെ പോയത് അഞ്ചുരുളിയാണ് ഗൈസ്. ഞങ്ങൾ ഡ്രൈവേഴ്സ് അപ്പുവാപ്പനും സോനിപ്പാപ്പനും ആയതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നന്നായി സ്റ്റഡി ചെയ്യും ഗൈസ്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഓരോരോ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഒരു ഗുഹ എന്ന് പറയുന്നത് കേട്ടോ. ഗുഹ അവരിങ്ങനെ വെട്ടി തുളച്ചെടുത്താലേ ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയല്ലേ. ഇത് KCBക്കാരുണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു വെള്ളം ഇത് കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല രസമാട്ടോ. അവിടെ ഇറങ്ങുമ്പോഴൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും രസമാണ്. പിന്നെ ഈ ഒരു കല്ലിനൊക്കെ ഫുൾ വഴുക്കുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഗുഹ അതിലൂടെ പോയി 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉണ്ടെന്നാണ് കേട്ടോ പറയണത്. അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ള വവ്വാലുണ്ട്, പാമ്പുണ്ട്, കല്ലുരുണ്ട് വീഴും, ഫോണിൽ റേഞ്ച് ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട കേട്ടോ. ഏതെങ്കിലും ഡാമിലോ ഓടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ അംശം കിട്ടിയാലായി, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. ഉള്ളോട്ട് കയറാതെ പുറത്ത് തന്നെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഇത് വഴുക്കുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ചില സ്ഥലം നല്ല ഗ്രിപ്പുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ. ഈ ഒരു പാറയിൽ കൂടെ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഒരു അഡ്വഞ്ചർ പോലെ ആയിരുന്നു ഞങ്ങൾ പോണത്. ആ പാറയിൽ വഴുക്ക് നോക്കി മെല്ലെ മെല്ലെ പോകണം. അപ്പം ഇങ്ങനെയൊക്കെയോ ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി മെല്ലെ മെല്ലെ കൈ പിടിച്ചാട്ടോ പോകണം. കാരണം എപ്പോഴാണ് വഴിക്ക് വീഴാൻ പറയാൻ പറ്റാട്ടോ. ഇത് ഞങ്ങൾ പോയപ്പോൾ വെള്ളം കുറവാണെന്നാണ് പറയണത്. അപ്പോൾ അവനും സോനുപാപ്പനും പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വെള്ളം ഉണ്ടാവും, ഇതിങ്ങനെ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് താഴോട്ടാണ് പോവുക ചെയ്യുക, ഇതിപ്പോൾ വെള്ളം കുറവാണെന്നാട്ടോ പറയണത്. പിന്നെ ആ ഒരു റൗണ്ട് കണ്ടില്ലേ, അതിൻ്റെ നടുഭാഗത്തായിട്ട് വെള്ളം വന്ന് ഒരു ഹോളൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോരോ കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ വേണം പോകാൻ. അതാ പറഞ്ഞ അഡ്വഞ്ചർ ട്രിപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അതിലൂടെ പോകുമ്പോൾ. ഞങ്ങളവിടെ പോയി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മൂന്നാറിലോട്ട് പോവാണ് ഗീസ്. ഏകദേശം മൂന്നാർ എത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടൊക്കെ ആട്ടോ. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.